ലാ യസാലു ഉനാസുൻ യതഅഖറൂൻ ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ഇതൊരു ഗൗരവമുള്ള ഹദീസാണ്. തക്ബീറത്തുൽ ഇഹ്റാം പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ പള്ളിയിലേക്ക് എത്താതിരിക്കുന്നത് അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ കൈ കഴുകി കളഞ്ഞേക്കിൻ, അവരെ നോക്കണ്ട, അത് പോക്കാണ്. പറഞ്ഞതാരാന്നറിയോ? താബിഈങ്ങളുടെ നേതാവും മഹാനുമായ സയ്യിദു താബിഈൻ മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന ആ ഒന്നാമത്തെ അല്ലാഹു അക്ബറിൽ മഅ്മൂമായി ഇമാമിന്റെ കൂടെ നിൽക്കാൻ നമ്മുടെ മഹല്ലിലെ ആളുകൾക്ക് ഹയ്യ അലസ് സ്വലയും ഹയ്യ അലൽ ഫലാഹും വിളിച്ചു പറയുമ്പോ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ കാര്യം കൈ കഴുകി വിട്ടേക്കിൻ. അത് കഴിഞ്ഞു നമ്മളെ കൈ, അത് കഴിഞ്ഞു, നോക്കണ്ട, ക്വാളിറ്റി ഇല്ല. നമ്മൾ ഒരു അസ്ർ വരെ നേരണ്ടല്ലോ. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഒരു വിഷയം അതാണ്. മഹാനായ ഫുഖഹാ ഉസ്സബ്ഇൽ അറിയപ്പെടുന്ന സഈദ് ബിൻ മുസയ്യിബ് അൽ മദനി റഹ്മത്തുള്ളാഹി അലൈഹി, മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാം ഫീ മസ്ജിദ് റസൂലില്ലാഹി അൻ യമീനിൽ ഇമാമി മുൻദു 40 സന. 40 കൊല്ലം ഇമാമിന്റെ പിറകിൽ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം മസ്ജിദുൻ നബവിയിൽ 40 വർഷം നിരന്തരമായി ഞാൻ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മസ്ജിദുൻ നബവിയിൽ 40 കൊല്ലം 5 വക്ത് നിസ്കാരത്തിന് ഇമാമിന്റെ വലതുഭാഗത്തുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, മാ നളർതു ഇലാ ഖഫാ റജുലിൻ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ പെരടിയിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല നിസ്കാരത്തിൽ. മുൻദു 40 സന, 40 കൊല്ലായിട്ട്. പെരടിക്ക് നോക്കെന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിൽ വേറൊരാൾ രണ്ടാമത്തെ സൊഫിലെ ഞാൻ നിന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം. ഒന്നാം സൊഫിലെ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് അത്രയൊന്നും പറ്റിക്കോണമെന്നില്ല. എന്നാലും ആദ്യത്തെ ജമാഅത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ മഅ്മൂമീങ്ങളായിട്ട് എത്താൻ കഴിയുന്ന മുഴുവൻ ആളുകളും എത്തുമ്പോഴാണ് അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം കിട്ടുന്ന ഉമ്മത്തായി മാറുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.